പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് പലപ്പോഴും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, ഇപ്രാവശ്യം വന്നേക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. കേരളത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്ത് കേന്ദ്രം ഇപ്പോൾ നടപ്പിലാക്കുന്നുള്ളൂ. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ പദ്ധതി നമ്മൾ മുൻപേ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ ടിങ്കറിംഗ് ലാബ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആ ബഡ്ജറ്റ് സ്പീച്ച് നിങ്ങളും ഞാനും കേട്ടതാണ്. ടിങ്കറിംഗ് ലാബ് അല്ല പരമാവധി 2000 സ്കൂളിലോ മറ്റോ ടിങ്കറിംഗ് ലാബ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. കാരണം കുട്ടികളെ ഗവേഷണ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനാണ്. കേരളത്തിൽ ഈ ടിങ്കറിംഗ് ലാബ് നേരത്തെ അതിൽ കൂടുതൽ സ്കൂളിൽ നടപ്പിലാക്കി കഴിഞ്ഞു. എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊണ്ടുവരാൻ, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊണ്ടുവരുന്നൊരു പ്രഖ്യാപനമുണ്ട്. നമ്മുടെ സ്കൂളിൽ, നമ്മുടെ നാട്ടിലെ ഹയർ സെക്കൻഡറി അല്ല പ്രൈമറി സ്കൂളുകളുടെ അടക്കം വന്നു കഴിഞ്ഞു. നമ്മുടെ ഒരു അഭിമാനമാണ്, കേരളത്തിൻ്റെ ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇനി എന്താ സംഭവിക്കുന്നത്? ഇതിന് പണം അനുവദിക്കും, കേരളത്തിന് പണം വേണ്ട. ഇതിനവർ 10, 10,000, 5,000 കോടി അനുവദിക്കും. കേരളത്തിന് കിട്ടേണ്ടത് അതിനകത്ത് 100, 500 കോടി കിട്ടണമെങ്കിൽ, 250 കോടി കിട്ടണമെങ്കിൽ കേരളം ഇതിന് എലിജിബിൾ അല്ല. കാരണം കേരളം ഈസ് ഓൾറെഡി ഹാവിംഗ് ദാറ്റ് ഫെസിലിറ്റി, സോ വി ആർ നോട്ട് പേയിങ്. അപ്പോൾ കേരളം കൊണ്ടുവരുന്ന ഇത്തരം ഡെവലപ്മെൻറ്റ്, ആദ്യം കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ്, അതാണ് നമ്മളെപ്പോഴും പറഞ്ഞത്. സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസ് അല്ല, ഇപ്പോൾ തേർഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്കുള്ള ഇഷ്യൂസാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യം വരുന്നില്ല. കഴിഞ്ഞ തവണ നമ്മൾ നടപ്പിലാക്കിയ ഈ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ടും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവർ നടപ്പിലാക്കിയിരുന്നു. അതിനകത്ത് 2 കോടി വരെയുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണുകൾ, മറ്റ് അപ്രന്റീസ്ഷിപ്പ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ അവർ നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ കാര്യങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് വരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് കേരളത്തിന് ഇപ്പം നമുക്ക് തരാത്ത പണത്തിന് മാത്രമല്ല, നമ്മൾ ടിങ്കറിംഗ് ലാബും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം കാണണം. കാരണം അത് നമ്മൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്കത് ഡിനൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കൊരു 72,000 കോടി തരേണ്ടടുത്ത് 32,000 കോടിയേ തരുന്നുള്ളൂ എന്ന് പറയുന്ന കണക്കിലേക്ക് വരുന്നത് ഈ തരത്തിൽ കിട്ടാത്തതുകൊണ്ടാണ്. അടുത്തത് ഈ ബഡ്ജറ്റിൻ്റെ പൊതു സ്വഭാവത്തിൽ നോക്കുമ്പോൾ സത്യത്തിൽ ഇതിനകത്ത് ചില മേഖലകളിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വർധനയെ സംബന്ധിച്ച് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ആ വർധന, ബഡ്ജറ്റിൻ്റെ പൊതു വർധന നോക്കുമ്പം പൊതുവിൽ കുറേ വർധനയുണ്ട്. ആ വർധനയിൽ പല മേഖലകളിലും പണം വെച്ചിരിക്കുന്ന കുറയാണ്. ഒരു 3.5 ലക്ഷം കോടി രൂപയുടെ വർധനയുണ്ട് ബഡ്ജറ്റിൽ. 3.5 ലക്ഷം കോടി രൂപയുടെ, ഏകദേശം 50 ലക്ഷം കോടിയിലധികം രൂപയാണ് ഈ വർഷത്തെ വാർഷിക ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. പക്ഷേ അതിനകത്ത് ഈ കാർഷിക മേഖലയിൽ കൊടുക്കേണ്ട പണം, അതിനകത്ത് വളത്തിൻ്റെ സബ്സിഡി 3,400 കോടി കുറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ 3,000 കോടി വർധനയുടെ അടക്കം വർധന വരേണ്ടതാണ്. കാർഷിക മേഖലയാണ് ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചൻ എന്നാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസംഗത്തിലെ ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചൻ ഓഫ് ഡെവലപ്മെൻറ്റ് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ നിലവിൽ കൊടുക്കുന്ന ബജറ്റ് വിഹിതത്തിൽ തന്നെ കാർഷിക സബ്സിഡി 3,400 കോടി കുറഞ്ഞു. അത് ഫ്യൂവൽ സബ്സിഡി കുറഞ്ഞിട്ടുണ്ട്, ഫുഡ് സബ്സിഡി കുറഞ്ഞിട്ടുണ്ട്, വളത്തിനുള്ള ഫെർട്ടിലൈസർ സബ്സിഡി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പെട്രോളിയം സബ്സിഡി 2,600 കോടി കുറഞ്ഞു. കൂടുതൽ ആളുകൾക്ക് ജീവിക്കാൻ സഹായം നൽകുന്ന ഒന്നാണ് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ വർഷം തൊട്ടു മുമ്പത്തെ വർഷമുള്ളതിനേക്കാളും 3,000-ലധികം കോടി രൂപ കുറച്ചായിരുന്നു, 86,000 കോടിയാക്കി. ഈ വർഷം അതിനൊരു വർധനയും വരുത്തിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾക്ക്, ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഇത്തരം പദ്ധതികളിൽ കൂടിയാണ് കിട്ടുക. കാർഷിക മേഖലയിലൊക്കെയുള്ള പ്രതിസന്ധി കൂടിയുണ്ട്, അതിന് പണം കൂട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ 3 വർഷം മുമ്പുണ്ടായിരുന്നതിനേക്കാളും 3,000 കോടി രൂപ അതിൽ കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് കാർഷിക മേഖലയിലെ വിള ഇൻഷുറൻസ്. വിള ഇൻഷുറൻസിന് 3,600 കോടിയാണ് കുറച്ചത്. ഒന്നാമത്തെ ഗ്രോത്ത് ഇഞ്ചിനകത്ത് വന്ന കാര്യം ഞാനീ പറയുന്നത്. ഈ ഗ്രോത്ത് എവിടുന്നാണ് പിന്നെ വരിക എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. പിന്നീട് ഇതേപോലെ തന്നെ മറ്റ് ഈ കാര്യങ്ങളിൽ കാർഷിക മേഖലയിൽ 2-3 മേഖലയിൽ മഖാന എന്താണിപ്പം നമ്മുടെ ആളുകൾ നോക്കി, അത് താമരയുടെ അരിയാണെന്നാണ്, താമര സീഡ്സാണ്. അപ്പോൾ അത് നല്ലതാണ്, അങ്ങനെ നല്ല കാര്യമാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് അവിടെ ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അത് പൊളിറ്റിക്കലാണ്. എന്തായാലും മഖാന സീഡ്സൊക്കെ നല്ല കാര്യമാണ്, കൃഷിക്കാരുടെ കാര്യമാണ്. പക്ഷേ ബീഹാറിലടക്കമുള്ള കൃഷിക്കാരുടെ ഏറ്റവും വലിയ സമരം നടന്നെന്താ? കാർഷിക സമരം. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പോരാ, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചാൽ പോരാ, ഇതിന് വില കിട്ടണം. കൃഷി സാധനങ്ങൾക്ക് വില കിട്ടുന്നില്ല, ന്യായവില ഉറപ്പാവുന്നില്ല. ഇപ്പോഴും ന്യായവില ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം ഇത് വന്നിട്ടില്ല. ഡൽഹിയിലും ഹരിയാനയിലൊക്കെ കൃഷിക്കാരുടെ സമരം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞ കാര്യത്തിനകത്തില്ല. അതിനൊപ്പം ഞാൻ പറഞ്ഞു, യൂറിയ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് പുതിയ യൂറിയ ഫാക്ടറി തുടങ്ങുന്നുണ്ട് നോർത്ത് ഈസ്റ്റിൽ. പക്ഷേ യൂറിയയുടെ സബ്സിഡി എല്ലാം വെട്ടിക്കുറച്ച് കാർഷിക മേഖലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പിന്നീട് ഇതുപോലെ ഓരോ മേഖല എടുത്താലും പൊതുവിൽ
ബഡ്ജറ്റിനകത്ത് കൂടുതൽ നിക്ഷേപം വരുന്ന തരത്തിലെ കാര്യങ്ങളില്ല. അപകടകരമായ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ കാര്യത്തിനകത്ത് 100% FDI അനുവദിച്ചു. അതെങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇൻഷുറൻസ് മേഖല. അതെങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നമൊക്കെ കണ്ടറിയേണ്ടതാണ്. പിന്നീട് കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന് ഒരു ഗ്രോത്ത് ഇഞ്ചൻ അഗ്രികൾച്ചർ ആണെങ്കിൽ മറ്റൊരു ഗ്രോത്ത് ഇഞ്ചൻ പറഞ്ഞേക്കുന്നത് എക്സ്പോർട്ടാണ്. പക്ഷെ കയറ്റുമതി കഴിഞ്ഞ വർഷം ഇപ്പോഴത്തെ കറണ്ട് വർഷം ഇപ്പോൾ 1.6% വർദ്ധിച്ചിട്ടുള്ളൂ. ഇറക്കുമതി 5.2% വർദ്ധിക്കുകയും ചെയ്തു. കയറ്റുമതി വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. ഓരോ മേഖല എടുത്താലും അത് കാണാം. പിന്നീട് മറ്റൊന്ന് ഇൻകം ടാക്സ് ആണ്. എല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ. 12 ലക്ഷം അല്ല, അതിൽ താഴെ 5 ലക്ഷം കിട്ടാത്തവർക്കും സന്തോഷമാണ്. കാരണം 12 ലക്ഷം കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് കിട്ടുമല്ലോ എന്നാണ്. അങ്ങനെയാണല്ലേ ഈ മഹാഭൂരിപക്ഷം ആളുകൾക്ക് ഇതിനകത്ത് കൊട്ടിഘോഷിക്കുന്ന ഈ 12 ലക്ഷത്തിൻ്റെ കഥയിലൊന്നും വരുന്നവരല്ല. എന്നാൽ ഈ 12 ലക്ഷത്തിൻ്റെ കഥ എന്താ? 12 ലക്ഷത്തിൻ്റെ കഥയിൽ ടാക്സ് റേറ്റിൻ്റെ ആ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇൻകം ടാക്സ് സ്ലാബുകളിൽ അതിൻ്റെ റേറ്റുകളിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ 12,10,000 രൂപ കിട്ടുന്ന ആൾക്ക് പഴയ റേറ്റ് തന്നെയാണ്. അതിനകത്ത് താഴത്തെ ലെവൽ 3,00,000. കേന്ദ്ര ബജറ്റിന് പിന്നാലെ സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതീവ നിരാശാജനകമാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് എന്നാണ് ഇപ്പോൾ ധനമന്ത്രി അതിനെ വിലയിരുത്തിയിരിക്കുന്നത്. ഒരു കാര്യവും കേരളത്തിന് ലഭിച്ചില്ല. കഴിഞ്ഞ തവണത്തെ ബജറ്റ് ഡോക്യുമെന്റ് പ്രകാരം 72,000 കോടി കേരളത്തിലേക്ക് വരേണ്ടതാണ്. പക്ഷേ 30,000 കോടിയിൽ കൂടുതൽ മാത്രമാണ് വന്നത്. പകുതിയിലധികം വരാനുണ്ട് എന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും വലിയ അവഗണന കേരളത്തോടുണ്ട് എന്നാണ് പ്രതീക്ഷിച്ച. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതൊന്നും കേരളത്തിന് ഇത്തവണ കിട്ടിയില്ല എന്ന കുറ്റപ്പെടുത്തലാണ് കെ.എൻ. ബാലഗോപാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എല്ലാ റിപ്പോർട്ടിലും കേരളം 1ാം സ്ഥാനത്തേക്ക് വന്നെങ്കിലും കേരളത്തിന് അർഹമായ പരിഗണന കേന്ദ്ര സർക്കാർ നൽകിയില്ല എന്ന കുറ്റപ്പെടുത്തൽ ഇത്തവണയും കേൾക്കേണ്ടി വരുന്നു സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും.